JSK സിനിമ ജൂലൈ 17-ന് റിലീസ് ചെയ്യും. സംവിധായകൻ ഉൾപ്പെടെയുള്ളവർ സാമൂഹ്യ മാധ്യമത്തിലൂടെയാണ് ഇക്കാര്യം അറിയിച്ചത്. സിനിമയ്ക്ക് കഴിഞ്ഞ ദിവസം സെൻസർ ബോർഡിന്റെ പ്രദർശനാനുമതി ലഭിച്ചിരുന്നു. റീ എഡിറ്റ് ചെയ്ത പതിപ്പാണ് പ്രദർശനത്തിനെത്തുന്നത്. വിവരങ്ങളുമായി കൊച്ചിയിൽ നിന്ന് ജിജീഷ് കരുണാകരൻ ചേരുന്നു. ജിജീഷ്, പേര് വിവാദത്തെ തുടർന്നാണ് ഈ സിനിമയുടെ റിലീസിംഗ് നീണ്ടുപോയത്. കഴിഞ്ഞ ദിവസം സെൻസർ ബോർഡ് ചില തിരുത്തലുകളോടെ ഇതിന് പ്രദർശനാനുമതി നൽകിയിട്ടുണ്ട്. എന്തായാലും ഈ ചിത്രം ജൂലൈ 17-ന് റിലീസ് ചെയ്യുമെന്ന അറിയിപ്പും വന്നിരിക്കുന്നു. വിശദാംശങ്ങൾ. അൽനമ്പേർ പറഞ്ഞതുപോലെ തന്നെ വലിയ വിവാദങ്ങൾക്കും ചർച്ചകൾക്കും കോടതി വ്യവഹാരങ്ങൾക്കുമെല്ലാം ഇടയിൽ അതിനുശേഷമാണ് ഇപ്പോൾ സിനിമ പ്രദർശനത്തിന് എത്തുന്നത്. ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് സെൻസർ ബോർഡ് നിർദ്ദേശിച്ച മാറ്റങ്ങൾ, അതിൽ ചിലത് അംഗീകരിക്കാൻ നിർമ്മാതാക്കളും തയ്യാറായി. ഒപ്പം തന്നെ ചെറിയ വിട്ടുവീഴ്ചകൾക്ക് സെൻസർ ബോർഡും തയ്യാറായിരുന്നു. അങ്ങനെയാണ് സിനിമയുടെ പേര്, അതുപോലെ ഏതാനും രംഗങ്ങളിൽ പേര് പരാമർശിക്കുന്ന ഭാഗങ്ങൾ മ്യൂട്ട് ചെയ്ത് അടക്കം ഇപ്പോൾ പ്രദർശനാനുമതി നൽകുകയും തുടർന്ന് ഇപ്പോൾ ചിത്രം പ്രദർശനത്തിന് 17-ാം തീയതി പ്രദർശനത്തിന് എത്തുകയും ചെയ്യുന്നത്. ജാനകി വി എന്ന പേരാണ്. ആദ്യം ജാനകി വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് കേരള എന്നായിരുന്നു. അത് ജാനകി വി എന്നാക്കി മാറ്റിയിട്ടുണ്ട്. ജാനകി വിദ്യാധരൻ എന്നതാണ് ഈ കഥാപാത്രത്തിൻ്റെ മുഴുവൻ പേര്. അങ്ങനെ ഇനീഷ്യൽ മാത്രമായി ഉൾപ്പെടുത്തി ജാനകി വി എന്ന പേര് മാറ്റുകയായിരുന്നു. മാത്രമല്ല, ഇതിൻ്റെ ഇടവേളയ്ക്ക് മുമ്പുള്ള ഒരു 15 മിനിറ്റ് ദൈർഘ്യമുള്ള സംഭാഷണമുണ്ട്. അതിൽ 2.5 മിനിറ്റ് ഭാഗത്ത് നിരവധി ഭാഗങ്ങളിലായി ജാനകി എന്ന പേര് പരാമർശിക്കുന്നുണ്ട്. അവിടെയെല്ലാം ചെറിയ മാറ്റങ്ങൾ വരുത്തിയിട്ടുണ്ട്. അത് നിർമ്മാതാക്കൾ അംഗീകരിക്കുകയും ചെയ്തു. ആ മാറ്റങ്ങളോടുകൂടിയാണ് സിനിമ പ്രദർശനത്തിന് എത്തുന്നത്. ക്രോസ് വിസ്താര സീനുകളിലാണ് കൂടുതലായും ഈ ഒരു പേര് ഉപയോഗിക്കുന്നത്, ജാനകി എന്ന പേര് ഉപയോഗിക്കുന്നത്. അവിടെയെല്ലാം ജാനകി വിദ്യാധരൻ എന്ന് തന്നെയാണ് പറയുന്നത് എന്ന കാര്യമാണ് അണിയറ പ്രവർത്തകർ പറഞ്ഞിട്ടുള്ളത്. അങ്ങനെ സെൻസർ ബോർഡ് മുന്നോട്ട് വെച്ച മാറ്റങ്ങൾ അനുസരിച്ചുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ ചിത്രം തിയേറ്ററുകളിലേക്ക് എത്തുന്നത്. സുരേഷ് ഗോപി മുഖ്യ കഥാപാത്രമായി എത്തുന്ന സിനിമയാണ്. ഏറെ നാളുകൾക്ക് ശേഷം അനുപമ പരമേശ്വരൻ വീണ്ടും സിനിമാ മേഖലയിലേക്ക് തിരിച്ചു വരുന്നു. ഒപ്പം തന്നെ ഗോകുൽ സുരേഷ് ഗോപിയുടെ മകൻ, അവർ ഒരുമിച്ച് അഭിനയിക്കുന്ന ചിത്രം എന്നീ ഏറെ പ്രത്യേകതകൾ ഉള്ളത് തന്നെയാണ് ജാനകി വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് കേരള എന്ന സിനിമ. അതിജീവിതയുടെ ഒരു കഥയാണ് സിനിമ മുന്നോട്ട് വയ്ക്കുന്നത്. അതിജീവിത സംസ്ഥാന സർക്കാരുമായി നടത്തുന്ന നിയമ പോരാട്ടത്തിന്റെ, വലിയ നീണ്ട നിയമ പോരാട്ടത്തിന്റെ ഒരു കഥ കൂടിയാണ് ജാനകി വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് കേരള. സുരേഷ് ഗോപിയും മകൻ ഗോകുൽ സുരേഷും അഭിനയിക്കുന്ന ജാനകി വി വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് കേരള എന്ന സിനിമ ജൂലൈ 17-ന് റിലീസ് ചെയ്യും. സംവിധായകൻ ഉൾപ്പെടെയുള്ളവർ സാമൂഹ്യ മാധ്യമത്തിലൂടെയാണ് ഇക്കാര്യം പങ്കുവച്ചത്. ജിജീഷ് കരുണാകരനാണ് കൊച്ചിയിൽ നിന്ന് വിവരങ്ങൾ നൽകിയത്.